ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ ചാലക്കുടി വലത് കരാർ പുനരുദ്ധാരണത്തിലെ അഴിമതി കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് തൃശൂർ വിജിലൻസ് കോടതി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കോൺട്രാക്ടർമാർ എന്നിവരടക്കം 48 പേരാണ് പ്രതികൾ. 2 പേരെ കോടതി കുറ്റവിമുക്തരാക്കി. 8 കിലോമീറ്റർ വരുന്ന കനാലിന്റെ പണി വിവിധ കോൺട്രാക്ടർമാർക്ക് വിഭജിച്ച് നൽകിയതിൽ അഴിമതി എന്നായിരുന്നു കേസ്. വിവരങ്ങളുമായി ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമോളപ്പിൽ, അഴിമതി കേസിലെ പ്രതികൾ കുറ്റക്കാരെന്നുള്ള കണ്ടെത്തലിലേക്ക് തൃശൂർ വിജിലൻസ് കോടതി എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് കോടതി ഇക്കാര്യത്തിൽ? സുജയ, ഈ കേസിൽ ഒന്നാം പ്രതി TR സൈലേഷൻ മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. PV പുഷ്പരാജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇങ്ങനെ ഇവർ ഉൾപ്പെടെ 48 പേരെയാണ് തൃശൂർ വിജിലൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 2003-2004 കാലഘട്ടത്തിൽ ഇടമലയാറിലെ ഇറിഗേഷൻ പ്രൊജക്ട് ചാലക്കുടി റൈറ്റ് ബാങ്ക് മെയിൻ കനാലിന്റെ നിർമ്മാണത്തിലാണ് വ്യാപകമായ അഴിമതി നടന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ബില്ല് മാറുന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് എഞ്ചിനീയറുടെ ഭരണാനുമതി നിലനിൽക്കുന്നതിന് വേണ്ടി 8 കിലോമീറ്റർ കനാൽ 43 വർക്കുകളാക്കി കോൺട്രാക്ടർമാർക്ക് വീതിച്ചു നൽകി. അതിനുള്ള പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അധികാര പരിധിയിലേക്ക് ഇത് കൊണ്ടുവരികയും അഴിമതി നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ, കരാറുകാർ തുടങ്ങി 48 പേരെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവർക്കുള്ള ശിക്ഷ വിധിക്കും. സുജയ, ഓക്കെ, കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ എത്രമാത്രമാണ്? ക്വാണ്ടം ഓഫ് സെന്റൻസ് അത് എത്രയാണെന്ന് അറിയാൻ പ്രേക്ഷകർ തുടരുക.